എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തുടരുന്നത് ഹൃദയരാഗം എന്ന പ്രണയകഥയുടെ 6ാം ഭാഗമാണ്. എന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഞാനെവിടെ തുടങ്ങിയെന്നൊരു തോന്നൽ എന്റെ ഉള്ളിൽ ശക്തമായി. സത്യമാണ്, എന്റെ വാരിയെല്ലുകൊണ്ട് ദൈവം സൃഷ്ടിച്ചത് ഇവളെ തന്നെയാവണം. എന്റെ പാതി ജീവൻ, എന്റെ ബെറ്റർ ഹാഫ്. എന്റെ കൈകൾ അവളുടെ മുഖത്തോട് ചേർത്ത് കോരിയെടുത്തു. കണ്ണുകൾ കൂമ്പി അടഞ്ഞിരുന്നു. മേൽചുണ്ടിനു മുകളിൽ വിയർപ്പ് പൊടിഞ്ഞു തുടങ്ങി. ചുണ്ടിന് മുകളിലെ കറുത്ത നിറമുള്ള മറുക് എന്നെ മാടി വിളിക്കുന്ന പോലെ തോന്നി. കുസൃതി കാണിക്കാൻ എനിക്ക് തോന്നിയില്ല. എന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അമർന്നു. എന്റെ ആദ്യത്തെ ചുംബനം. സോഫിയ കണ്ണുകൾ തുറന്ന് എന്റെ മുഖത്തേക്ക് നോക്കി. വശ്യമായ ഒരു പ്രണയഭാവം നിറഞ്ഞ നോട്ടം. ആ കണ്ണുകളെ ചെറുക്കാൻ എനിക്ക് സാധിക്കില്ല എന്നെനിക്ക് തോന്നി. പക്ഷേ സമയവും സാഹചര്യവും ഓർത്ത് സ്വയം നിയന്ത്രിച്ചു നിന്നു. ഡ്യൂട്ടി ടൈമിൽ ഓഫീസിൽ വെച്ച് ഈ പ്രണയസല്ലാപം വേണ്ട എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയതുകൊണ്ട് തിരികെ ക്യാബിനിലേക്ക്. സോഫിയ ആദ്യം പുറത്തേക്ക് നടന്നു, പുറകെ ഞാനും. എന്റെ ക്യാബിനിൽ നിന്ന് ബ്ലൈൻഡ്സിന്റെ ഗ്യാപ്പിലൂടെ അവൾ നടന്നു പോകുന്നത് നോക്കി ഞാൻ നിന്നു. അവൾ ക്യാബിനിലെത്തി സ്വന്തം സീറ്റിലിരുന്ന് എന്റെ നേരെ നോക്കി. മുഖത്തെ ആ പുഞ്ചിരി അപ്പോഴും മാറിയിരുന്നില്ല. ഞാനെവിടെ നിൽക്കുന്നത് അവൾക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ എന്നെ തന്നെ നോക്കിക്കൊണ്ട് അവൾ ഇരുന്നു. അന്ന് ഓഫീസിൽ നിന്നിറങ്ങാൻ അല്പം താമസിച്ചു. ഞാൻ പഞ്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന വഴി സോഫിയെ നോക്കി. ഇല്ല, അവൾ നേരത്തെ ഇറങ്ങി. എന്നോട് പറഞ്ഞേ പോലുമില്ലല്ലോ. ഫോൺ വിളിച്ചു നോക്കാമെന്ന് വെച്ചെടുത്തപ്പോഴാണ് മിസ് കാൾ കാണുന്നത്. ഉച്ചയ്ക്ക് ശേഷം മീറ്റിംഗിന് കയറിയപ്പോൾ സൈലന്റ് ആക്കിയതാണ്. പിന്നെ അത് മാറ്റാനായി മറന്നുപോയി. 2 മിസ് കാൾ ഉണ്ട്. ഇറങ്ങാൻ നേരം വിളിച്ചതാണെന്ന് തോന്നുന്നു. വാട്സാപ്പ് എടുത്തപ്പോൾ കണ്ടാൽ തിരിച്ചു വിളിക്കാൻ ഒരു മെസ്സേജ് കൂടെ ഉണ്ട്. ഞാൻ തിരിച്ചു വിളിച്ചു. എവിടാ? ഞാൻ മുഖവരിയൊന്നുമില്ലാതെ ചോദിച്ചു. ഇത്ര സമയം എവിടായിരുന്നു? ഇപ്പോഴാണോ വിളിക്കണേ? എന്താ ലേറ്റായേ? ഒറ്റ ശ്വാസത്തിൽ തുടരെ തുടരെ ചോദ്യങ്ങൾ. നിർത്തി നിർത്തി ചോദിക്കാൻ. ഞാൻ സമാധാനിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. ഞാൻ ലൊക്കേഷൻ അയക്കാം, അങ്ങോട്ട് വാ. എങ്ങോ? എന്നെ മുഴുവനാക്കാൻ സമ്മതിച്ചില്ല. അതിനു മുന്നേ ഫോൺ കട്ടാക്കി. ഇതെന്തു കൂത്ത്? എവിടേക്കാണാവോ? ഞാൻ ഫോൺ എടുത്ത് വാട്സാപ്പ് മെസ്സേജ് നോക്കി. എമിറേറ്റ്സ് പാലസ് ആണ് ലൊക്കേഷനായിട്ട് അയച്ചേക്കുന്നത്. ഇവളിനി അതിന്റെ മോളിൽ നിന്ന് താഴേക്ക് ചാടാനോ മറ്റോ പറയുമോ? ലേശം വട്ടുണ്ടെങ്കിലും അങ്ങനെയൊന്നും പറയില്ലായിരിക്കും. എന്താണേലും പോയി നോക്കാം. ഞാൻ കാർ മെട്രോ സ്റ്റേഷന് സമീപത്ത് പാർക്ക് ചെയ്ത് മെട്രോയിലാണ് പോയത്. അബുദാബി മാൾ സ്റ്റേഷനിൽ ഇറങ്ങി നടക്കാൻ ആരംഭിച്ചു. ഒരു നെടുനീളൻ സ്കൈ ബ്രിഡ്ജാണ് മെട്രോ സ്റ്റേഷൻ മുതൽ അബുദാബി മാൾ വരെ, ഏകദേശം 1.5 കിലോമീറ്റർ. നടന്നും ഒഴുകിയും ഒടുക്കം മാളിലെത്തി. ഇനി അവൾക്ക് ലൊക്കേഷൻ മാറിയതായിരിക്കുമോ? മാളായിരിക്കുമോ ഉദ്ദേശിച്ചത്? ഒന്ന് വിളിച്ചു നോക്കാം. റിംഗ് ചെയ്യുന്നുണ്ട്. ഹലോ, എവിടാ? അക്ഷമ നിറഞ്ഞ ശബ്ദമാണ് അപ്പുറത്ത് നിന്ന്. ഞാൻ മാളിനകത്തുണ്ട്. എന്നാ വാട്ടർ ഫൗണ്ടൈന്റെ അടുത്തേക്ക് വാ. അവൾ കെഞ്ചിക്കൊണ്ടാണ് പറയുന്നത്. ഏതു? ആ വെള്ളം ഡാൻസ് കളിക്കുന്നിടത്തോ? ഞാനൊന്ന് തമാശിക്കാമെന്ന് വെച്ചു. അവിടെ തന്നെ. അവൾ ചിരിച്ചോണ്ട് പറഞ്ഞ് ഫോൺ വെച്ചു. സമയം 7 മണിയാവാറായി. കൃത്യം 7 മണിക്ക് തുടങ്ങും ഈ മ്യൂസിക് ഫൗണ്ടൈൻ. ഇത് കാണാനാണോ എന്നെ വിളിച്ചോണ്ട് വന്നത്? ഞാൻ മാളിന് പുറത്തെത്തി അവളെ തിരയാൻ ആരംഭിച്ചു. ടൂറിസ്റ്റുകളെ മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. കാണാൻ ചന്തമുള്ള നല്ല വെളുത്ത മദാമമാർ. കുറച്ചു നേരം വായി നോക്കി അവിടെ തന്നെ നിന്നു. ഫോൺ റിങ് ചെയ്തപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. ഹലോ സോഫിയ, എവിടെ? താൻ എവിടെടോ? ഇത്തിരി ദേഷ്യത്തിലാണ്. ഞാൻ നിന്നെ തിരഞ്ഞുകൊണ്ട് നടക്കുന്നു. ഓഹോ, എന്നാ മോനൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഞാൻ വായി നോക്കി നിൽക്കുന്നത് അവൾ കണ്ടോ? ഞാൻ ചമ്മൽ മറച്ചു പിടിച്ച് അവളെ തിരിയുന്നത് പോലെ ഫോൺ കാതിലടുപ്പിച്ചു പുറകിലേക്ക് തിരിഞ്ഞു. കർത്താവേ, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഞാൻ നിന്നിരുന്നതിന്റെ നേരെ പുറകിലെ റെസ്റ്റോറന്റിൽ ഇരിപ്പുണ്ട് കക്ഷി. എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ഞാൻ സ്റ്റെപ്പ് കയറി അവളിരുന്ന ടേബിളിന് സമീപത്തേക്ക് നടന്നു. കൂടെ ആരോ ഉണ്ട്. ഫ്രണ്ടാണോ? നല്ല തെരച്ചില. അവൾ എന്നെ നന്നായിട്ടൊന്ന് ആക്കി. ഞാനൊരു ഇളിഞ്ഞ ചിരി മാത്രമേ മറുപടിയായിട്ട് കൊടുത്തുള്ളൂ. ദാ, ഇത് എന്റെ കസിൻ സാന്ദ്ര. തൊട്ടടുത്തിരുന്ന ആളെ എനിക്ക് പരിചയപ്പെടുത്തി. ഹലോ, ഞാൻ മാത്യു. സോഫിയ വാസ് ടെലിംഗ് മീ അബൌട്ട് യു. പുള്ളിക്കാരി എനിക്ക് കൈ തന്നുകൊണ്ട് പറഞ്ഞു. മോശമായിട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ സോഫിയയെ നോക്കി കണ്ണിറുക്കിക്കൊണ്ടാണ് പറഞ്ഞത്. ഹിഹി, നോപ്പ്. സാന്ദ്രയും ചിരിച്ചു. ഞാൻ എന്റെ ബർത്ത്ഡേ ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. സോഫിയ പറഞ്ഞു. നിനക്ക് നല്ല വല്ല റെസ്റ്റോറന്റിലേക്കും കൊണ്ടുപോയി കൂടായിരുന്നോ? ഞാൻ ചുറ്റും നോക്കിക്കൊണ്ടാണിത് പറഞ്ഞത്. അയ്യോ, ഇതത്ര മോശമാണോ? മോശമായതുകൊണ്ടല്ല, ആവറേജ് ഫുഡ് ഓവർ പ്രൈസ്ഡ് ആയി കിട്ടും, അത്ര തന്നെ.
പക്ഷേ ഈ വ്യൂ അത് എവിടെയും കിട്ടില്ല. ഞാൻ അതും പറഞ്ഞ് തൊട്ടപ്പുറത്തിരുന്ന ഒരു മദാമ്മ കൊച്ചിനെ നോക്കി കസേരയിലേക്കിരുന്നു. അവളത് കണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ചിരിച്ചതേയുള്ളൂ. ഞങ്ങൾ സംസാരിച്ചിരിക്കെ സോഫിയയുടെ ഫോൺ റിംഗ് ചെയ്തു. ഫോൺ എടുത്തുകൊണ്ട് അവൾ മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ഐസ് ബ്രേക്ക് ആക്കിക്കൊണ്ട് ഞാൻ സാന്ദ്രയോട് സംസാരിക്കാനും ആരംഭിച്ചു. കുറച്ചുനേരം വിശേഷമൊക്കെ ചോദിച്ചു പറഞ്ഞു. അങ്ങനെ ഇരുന്നു. സോഫിയയുടെ അമ്മയുടെ സഹോദരന്റെ മകളാണ് സാന്ദ്ര. ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ മിഡിൽ ഈസ്റ്റ്. ആ കുട്ടിയുടെ പപ്പയ്ക്ക് ഒരു സൗദി അറേബ്യൻ ഓയിൽ കമ്പനിയിലാണ് ജോലി. മിക്കവാറും എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ജീവിച്ചിട്ടുണ്ട്. അധികം വൈകാതെ സോഫിയ ഞങ്ങളുടെ അടുത്തേക്ക് തിരികെ വന്നു. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ അല്പനേരം ചുറ്റി നടന്നു. അപ്പോഴേക്കും സാന്ദ്രയ്ക്ക് തിരികെ പോകാൻ സമയമായി. യാത്ര പറഞ്ഞു പിരിഞ്ഞു. തടാകത്തിന്റെ അരികിലൂടെയുള്ള കമ്പി കൊണ്ടുള്ള വേലിയിൽ ചാരി ഞാനും സോഫിയയും നിന്നു. രാവിലെ ഉണ്ടായ സംഭവത്തിന് ശേഷം ഞങ്ങൾ അധികം സംസാരിച്ചിട്ടില്ല. കേൾക്കാൻ സുഖമുള്ള ഒരു പാട്ട് കേൾക്കാൻ തുടങ്ങി. വരികളൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും ഞാനത് ആസ്വദിച്ചു. സോഫിയയെ നോക്കിയപ്പോൾ അവൾ വരികൾക്കൊപ്പം പാടിക്കൊണ്ടിരിക്കുന്നു. ഓ, വലിയ ഇംഗ്ലീഷുകാരി. 2-3 വരി കഴിഞ്ഞപ്പോൾ അവൾ എന്നെ ചെരിഞ്ഞൊന്നു നോക്കി. ഞാൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു പുരികം മാത്രം ഉയർത്തി എന്താ എന്ന അർത്ഥത്തിൽ എന്റെ കൈക്ക് പിടിച്ചു. ഞാൻ കണ്ണിറുക്കി കാണിച്ചതേയുള്ളൂ. അവളൊന്നും മിണ്ടാതെ പഴയതുപോലെ തിരിഞ്ഞു. ഇടയ്ക്കിടെ കൈവേലിയിൽ മുറുക്കി പിടിച്ചും കൈവിരലുകൾ വിടർത്തിയും പാട്ടിനൊപ്പം താളം പിടിച്ച് അവൾ നിന്നു. എന്റെ നോട്ടം ഞാൻ പിൻവലിച്ചില്ല. അവളെ തന്നെ നോക്കിക്കൊണ്ട് ആ പാട്ടിൽ ലയിച്ചു നിന്നു. ആ പാട്ട് കഴിഞ്ഞതോടെ സോഫിയ എന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, പോവാം. എങ്ങോട്ട്? ഞാൻ ചോദിച്ചു. എനിക്കറിയില്ല, താനല്ലേ ഇവിടുത്തുകാരൻ. അവൾ തോൾ കുലുക്കിക്കൊണ്ട് എന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. എന്നാവാ. ഞാനും കൂടെ നടന്നു. ചെറിയൊരു പാലത്തിലൂടെ അപ്പുറത്തെ വശത്തേക്ക് കടന്നു. അവൾ എന്റെ ഇടതുകൈ ചുറ്റിപ്പിടിച്ചുകൊണ്ടാണ് കൂടെ നടക്കുന്നത്. വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു അത്. മുമ്പ് പലതവണ ഇവിടെ വന്നിട്ടുണ്ട്, പലതവണ ഈ വഴികളിലൂടെ നടന്നിട്ടുണ്ട്. പക്ഷെ ഈ സ്ഥലങ്ങൾക്കെല്ലാം ഇത്രയും ഭംഗിയുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. ചിലപ്പോൾ കൂടെ ഒരാൾ ഉള്ളതുകൊണ്ടാവാം. തിരക്കിനിടയിലൂടെ നടന്ന് ഒരു ചെറിയ പാർക്കിലിരിക്കാനുള്ള ഇരിപ്പിടങ്ങളെല്ലാം ഇട്ടിട്ടുള്ള സ്ഥലം കടന്ന് മെയിൻ റോഡിലേക്ക് കയറി. പ്രകാശമയമാണ് ആ പ്രദേശം മുഴുവൻ. പല രീതിയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശവിസ്മയം. ഒരു നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന എനിക്ക് ഇതെല്ലാം ആദ്യമായി കണ്ട അന്ന് വലിയ അത്ഭുതമായിരുന്നു. പക്ഷേ സോഫിയയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല. ഒന്നും മിണ്ടാതെ കൗതുകത്തോടെ എല്ലാം കണ്ട് അവൾ എന്റെ കൂടെ തന്നെ നടന്നു. വിങ്സ് ഓഫ് മെക്സിക്കോ. എമിറേറ്റ്സ് പാലസിന്റെ മുന്നിലായി നിലകൊള്ളുന്ന ഒരു ശില്പമാണത്. മാലാഖ ചിറകുകൾ. ഞാൻ സോഫിയയെ ആ ചിറകുകളുടെ നടുക്കായി നിർത്തി പോസ്റ്റ് ചെയ്യിച്ചു. എന്റെ സാംസങ് ഫോണിലെ ക്യാമറയിൽ ആ ഫോട്ടോ ഒപ്പിയെടുത്തു. ഒരു മോഡലിന്റെ അനായാസതയോടെ അവൾ വ്യത്യസ്ത പോസുകളിൽ നിൽക്കാൻ തുടങ്ങി. ചുറ്റും നിന്ന ആളുകൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നു. ഒരു ഫോർമൽ ടൈപ്പ് സ്കേർട്ട് ആൻഡ് ഷർട്ടാണ് വേഷം. പക്ഷേ അവൾ എന്തു ധരിച്ചാലും മാലാഖ തന്നെയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ഫോട്ടോ എടുപ്പ് നിർത്തി അവളോട് പോകാമെന്ന് ആംഗ്യം കാണിച്ചു. മതിയായില്ലെന്ന് തോന്നുന്നു. മനസ്സില്ല. മനസ്സോടെ അവിടെ നിന്നിറങ്ങി കൂടെ വന്നു. എടുത്ത ഫോട്ടോസ് കണ്ടപ്പോൾ ആ കണ്ണുകൾ വിടർന്നു. ഫോട്ടോഗ്രാഫി എന്റെ സ്വകാര്യ ഹോബിയാണ്. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഫോട്ടോസ് എടുക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ അതിൽ കൂടുതലൊന്നുമില്ല. സോഫിയ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കെ ഞാൻ ടാക്സിക്ക് കൈ കാണിച്ചു. ടാക്സി വന്നു. ഡോർ തുറന്ന് അവളോട് കയറാൻ പറഞ്ഞപ്പോൾ അവൾ എന്നെ നോക്കി ഒരിത്തിരി വിഷമത്തോടെ ചോദിച്ചു, എന്നെ പറഞ്ഞു വിടാണോ? ഞാൻ കാർ എടുത്തിട്ടില്ല എന്നവളോട് പറഞ്ഞിരുന്നില്ല. എന്താണ് പ്രതികരണം എന്നറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു, അതെ. അതെന്താ? ഞാൻ കൂടെയുള്ളത് ഇഷ്ടമല്ലേ? കണ്ണുകൾ കുറേശ്ശെ നിറയാൻ തുടങ്ങുന്നുണ്ട്. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.